എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? കപ്പയാണ്. അപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും കപ്പ വേവിക്കാനായിരിക്കാം, അല്ലെ പുഴുങ്ങാനായിരിക്കാം. എങ്കിലും ഒന്ന് റെസിപ്പി കണ്ടു നോക്കൂ. എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അവസാനം വരെ കണ്ടിട്ട് ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതല്ലേന്ന്. എങ്കിലും ഒന്ന് കണ്ടേരെ കേട്ടോ. അപ്പൊ കപ്പയ്ക്കകത്ത് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കറിവേപ്പില ഇട്ടു, ഉപ്പ് ഇട്ടു, ലേശം വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവാനായിട്ട് വെച്ചു. രണ്ട് മൂന്ന് വിസിൽ വരുന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടു. മസാലക്കായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ വെളുത്തുള്ളി, ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, കറിവേപ്പില, ഇത്രയിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരയേണ്ട, നമ്മുടെ പരിപ്പ് കറിയുടെയൊക്കെ ഒരു പരുവം അത്രയും മതി. കപ്പ വെന്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ വെള്ളം ഞാൻ നൂറ്റി കളഞ്ഞ് അതിനുശേഷം അത് നല്ലതുപോലെ ഉടച്ചെടുക്കണം. മൊത്തത്തിൽ അങ്ങ് ഉടയണ്ട, കുറച്ച് ഉടഞ്ഞും കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന പരുവം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എത്രയും ഉടയ്ക്കണം എന്നുള്ളത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും, അതായത് കൊഴുപ്പനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. വേറെ പാത്രത്തിലോട്ടൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ കറി വെച്ചാൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചട്ടിയിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ. അതിൽ നിന്ന് നന്നായിട്ട് ആവി വന്ന് അതിന്റെ ആ അരപ്പ് വേവണം. ഒന്ന് ഒരു തള വരുന്നിടം വരെ ഇട്ടേക്കാം. അതിനുശേഷം കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കൊച്ചുള്ളി ഇട്ടു, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കാം, കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. തേങ്ങ ഇട്ട് അത് നല്ല പോലെ ഒന്ന് കളറ് വരുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ലേശം കളറിന് വേണ്ടി ഒട്ടും എരിയില്ലാത്ത കാശ്മീരിയാണ് ഇട്ടേക്കുന്നത്. കറിക്ക് എരി ഇല്ല എന്നുണ്ടെങ്കിൽ എരിയുള്ള മുളക് പൊടി ചേർക്കാം. അതിനുശേഷം നമ്മുടെ കറിക്കകത്തേക്ക് ഒഴിച്ച് ഇളക്കി വെക്കാം. ഇതാണ് കപ്പ കൊണ്ടുള്ള കറി.